നമസ്കാരം. യാതൊരു ചെലവും കൂടാതെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ 10,000 രൂപ ഓവർ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും അത് നിങ്ങൾക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാം? തിരിച്ചു കൊടുക്കണം, കടം പോലെയാണ്. അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടുകയും 10,000 രൂപ ക്യാപ്പിങ്ങിൽ ഡെയിലി ATM വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ ഓൺലൈനിലൂടെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും ഒക്കെ ഫെസിലിറ്റി തരുന്ന വലിയൊരു ബാങ്ക് അക്കൗണ്ടാണ്. സംഭവം ഫ്രീ ആണ്, എല്ലാ ബാങ്കിലും ഉണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്കറിയാം ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റവും മറ്റുള്ള കാര്യങ്ങൾ. ഏതൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് മുഖം ചൊളിക്കും. അവർക്ക് ആഗ്രഹമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഒരു 1,000 10,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് അക്കൗണ്ട് അവർക്ക് നമ്മളെ ഒരു സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് പല ബാങ്കുകൾക്കും നമ്മളോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂജൻ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 1,000 10,000 എന്നുള്ളത് 50,000 1 ലക്ഷം രൂപയൊക്കെ ആയിട്ട് മാറും. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാനൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയ സമയത്ത് എന്നോട് 1 lakh rupees ആണ് മിനിമം മന്ത്ലി കീപ്പ് ചെയ്യാൻ വേണ്ടി, അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. എന്നാൽ സാധാരണ ബാങ്കുകളാകുമ്പോൾ 500 1000 രൂപയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിന് വല്ല ഫെസിലിറ്റീസ് ഉണ്ടോ? ഒന്നുമില്ല. കണ്ടമാനം ചാർജുകൾ മാത്രമാണ്. ഒരു മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്ന ചാർജുകൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഏത് അക്കൗണ്ട് ഹോൾഡർ ആയിക്കോട്ടെ, ഒരു മാസം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അതിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോയ ചാർജുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയും പൈസയാണ്. സംഭവം 5 രൂപയും 10 രൂപയൊക്കെ ആണ് പോകുന്നത്. പക്ഷെ ഒരു മാസത്തെ മൊത്തത്തിലുള്ള ഓവറോൾ എക്സ്പീരിയൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾ ഞെട്ടിപ്പോകും. വലിയൊരു എമൗണ്ട് ആണ് ഒരു മാസം നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ബാങ്കുകൾ കൈക്കലാക്കുന്ന ചാർജുകളായിട്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അക്കൗണ്ട് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റവന്യൂ ആണ്. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ഷെയറുകളൊക്കെ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കയറി പോകുന്നത്. ഓരോ ബാങ്കിൽ പോകുമ്പോൾ ഹൈടെക് ആണ് അവരുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ. അത്രയും റവന്യൂ ആണ് ബാങ്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ബാങ്കിങ് സിസ്റ്റം. ഇവിടെ നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ, ഒരു പൈസയും ഇല്ലാത്ത ഒരു സാധാരണ ജോലി ചെയ്തിട്ട് ഒരു 10-30,000 രൂപയൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഈ 30,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നല്ല. ഇന്ന് ഒരു കാര്യത്തിന് 30,000 സാലറി കിട്ടുന്നവന് പോലും ഒരു 100 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എല്ലാ സാധനങ്ങളുടെ വില. നിങ്ങൾക്കത് അറിയാലോ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തീർപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും, അതായത് ഈ ഒരുപാട് ഹെവി ചാർജുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണിത്. ഇത് മാൻഡേറ്ററി ആണ്. എല്ലാ ബാങ്കിലും അവൈലബിൾ ആണ്. ബാങ്കിൽ പോവുക, ഈ പേര് പറയുക, അവിടുന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പോകുമ്പോൾ ഫില്ലപ്പ് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ അക്കൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത് PMJDY എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ടിന്റെ ഫുൾ നാമം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ജൻ ധൻ യോജന അക്കൗണ്ട് എന്നാണ് പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പ്രധാനമന്ത്രിയുടെ ജൻ ധൻ യോജന അക്കൗണ്ടും പ്ലസ് അതിന്റെ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ട്, റൂപേ ഡെബിറ്റ് കാർഡ്. ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് റൂപേ കാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണൽ ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ടോട്ടൽ ഡിസബിലിറ്റി കവറേജ് ഓഫ് 2 lakh rupees നിങ്ങൾക്ക് കിട്ടും. 10,000 rupees എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് POS ടെർമിനലിൽ യൂസ് ചെയ്യാം, ATMസിലും യൂസ് ചെയ്യാം, ഓർ ക്യാഷ് ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, അങ്ങനെയുള്ള എല്ലാ പർപ്പസിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നോർമൽ അക്കൗണ്ട് ആണ്. ബട്ട് ഗവൺമെന്റ് സ്പെഷ്യലി നമ്മുടെ രാജ്യത്തുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ അക്കൗണ്ടിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നുമില്ല. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് ഓവർ ഡ്രാഫ്റ്റ് കിട്ടുന്ന അക്കൗണ്ട് ആണ്. ഏത് SBI അക്കൗണ്ടിലാണ് ഓവർ ഡ്രാഫ്റ്റ് കിട്ടുക? ഒരു അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ല. നമ്മൾ നോർമലി പോയിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കാർഡ് എടുക്കണം അല്ലെങ്കിൽ ലോൺ എടുക്കണം. ബട്ട് ദിസ് അക്കൗണ്ടിൽ 10,000 rupees വരെ ഓവർ ഡ്രാഫ്റ്റ് കിട്ടുന്ന ടൈപ്പ് അക്കൗണ്ട് ആണ്. ഇത് ഗവൺമെന്റുമായിട്ട് കണക്റ്റഡ് അക്കൗണ്ട് ആണ്. ഇത് കൊടുത്തേ മതിയോ. ഇതിന് നോ റിജക്ഷൻ, ഒരു ബാങ്കിൽ നിന്ന് റിജക്ഷൻ ഇല്ല. പക്ഷേ അവിടെ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് അക്കൗണ്ടിനാണെങ്കിലും ഉണ്ട്. സോ ഈ അക്കൗണ്ടിന്റെ പേര് PMJDY അക്കൗണ്ട് ആണ്. ആ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുക. കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് കവർ അപ് ടു 2 lakh, മർച്ചന്റ് ഓഫേഴ്സ് ബെനിഫിറ്റ്. മർച്ചന്റ്സിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി പോകുന്നത് ഞാൻ കനറ ബാങ്കിന്റേക്കാണ്. ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന എന്റെ മെയിൻ ബാങ്ക് ആണ് കനറ ബാങ്ക് എന്ന് പറയുന്നത്. കനറ ബാങ്കിൽ ഈ PMJDY അക്കൗണ്ട് ഉണ്ട്. കനറ PMJDY അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, അൺഒഫീഷ്യൽ കാര്യമുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മെയിൻലി ബാങ്കിൽ ഇവിടെ കാണാം മൈക്രോ ക്രെഡിറ്റ് ടു പ്രൊവൈഡ് hassle free credit limit up to 10,000 after completion of satisfactory operation of
ദ അക്കൗണ്ട് 6 months to low income group. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു 6 മാസം നിങ്ങൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എടുത്ത അപ്പം തന്നെ പൈസ കിട്ടില്ല, 6 മാസം നിങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10,000 rupees വരെ നിങ്ങൾക്ക് വേറെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. നിങ്ങൾക്ക് ആ പൈസ 10,000 എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാം, തിരിച്ചു വെക്കണം. അങ്ങനെയുള്ള പൈസ വെറുതെ ഇരുന്നല്ല. അതേപോലെ തന്നെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ്, മൈക്രോ ഇൻഷുറൻസ് കവറേജ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ ന്യൂ റൂപേ കാർഡ് ഹോൾഡേഴ്സ് ഹാസ് ബീൻ റൈസ്ഡ് 1 lakh to 2 lakh. ന്യൂ PMJDY അക്കൗണ്ട് ഓപ്പൺ ആഫ്റ്റർ 28th August 2018 ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും 1 to 2 lakh rupees കിട്ടും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാർഡ് കൂടി എടുക്കണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം പോരാ, PMJDY അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, PMJDYയുടെ റൂപേ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബാങ്കിൽ നിന്ന് അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അക്കൗണ്ട് റെഡിയാക്കി തരും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇവിടെ ഒരു സംഭവം പറഞ്ഞിട്ട് കവറിംഗ് BSBD അക്കൗണ്ട് ഹോൾഡേഴ്സ് വിത്ത് മൈക്രോ ഇൻഷുറൻസ് DFS ഹാസ് കം ഔട്ട് വിത്ത് 2 ഇൻഷുറൻസ് സ്കീംസ്. പ്രധാനമന്ത്രി ജൻ ജീവൻ ബീമാ യോജന, അത് 2 lakh rupees ലൈഫ് ഇൻഷുറൻസ് കവറാണ്. അത് PMJDY ഇഷ്യൂഡ് വിത്ത് റൂപേ കാർഡ്. ആ റൂപേ കാർഡ് നിങ്ങൾക്ക് കിട്ടും, ഓൾറെഡി ഞാൻ പറഞ്ഞു. അതേപോലെ വേറെ ഒരെണ്ണമുണ്ട്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. അതും 2 lakh rupees ഇൻഷുറൻസ് ആണ്. ബട്ട് അതിനൊരു ചാർജ് ഉണ്ട്, അതിന് 20 rupees ചാർജ് ഉണ്ട്. 20 രൂപ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ തന്നെ കിട്ടും. വേറെ ഒരു അക്കൗണ്ട് ആണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് അല്ല, അത് ഇൻഷുറൻസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. 20 rupees നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ എല്ലാവരും ഇത് യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് നമ്മൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. നമ്മൾ കുറച്ച് ഇതിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഒരാൾ യൂസ് ചെയ്യില്ല, ചെറിയ 2 lakh rupees പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ചില സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ ലോകം എങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു ATM കാർഡ് കൊണ്ട് ഒരു 2 ലക്ഷം രൂപ കിട്ടി, ചെറിയ കാര്യമാണോ? വലിയ കാര്യമാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു 5,000 രൂപ പെട്ടെന്ന് ഒരു കടം ചോദിച്ച ഒരാൾ തരാത്ത ആൾ എത്രയോ പേര് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ATM കാർഡ് വെച്ചിട്ട് ഒരു 5,000 രൂപ ഇതിൽ ക്രെഡിറ്റ് ലിമിറ്റ് 10,000 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? ഇതിന് വല്ല പൈസ ഉണ്ടോ? ഇല്ല. ഇത് ഗവൺമെന്റ് നമ്മൾക്കായിട്ട് ഒരുക്കിയതാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എത്ര വലിയ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ 1 lakh 10,000 ഓർ ന്യൂജൻ ഓർ എനി ബാങ്ക് നിങ്ങൾ അക്കൗണ്ട് ഹോൾഡർ ആണ്, PMJDY അക്കൗണ്ട് ഈസ് മാൻഡേറ്ററി. എല്ലാവരും അക്കൗണ്ട് എടുക്കണം. ഗവൺമെന്റിന്റെ ഇനി വരുന്ന പല പദ്ധതികളും പല കണക്ഷൻസും ഈ അക്കൗണ്ടുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും മറക്കരുത്, എല്ലാവരും എടുക്കുക. എപ്പോഴും സർക്കാർ നമ്മൾക്ക് ഒരുപാട് ടാക്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടിയിട്ടുള്ളതാണ്, നമ്മളതാണ് സർക്കാർ. അപ്പൊ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ നമുക്ക് കൂടി അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണം. എത്ര വലിയ നിലയിലുണ്ടെങ്കിലും എത്ര ചെറുതാണെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം. മാത്രമല്ല ഇത് പലർക്കും അറിയില്ല. ഇത് ആർക്കും ഒരു 99% ആൾക്കാർക്ക് ഈ സംഭവം അറിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടിക്കോളും. തൊട്ടടുത്ത് ഏത് ബാങ്ക് ആയിക്കോട്ടെ, കനറ ബാങ്ക് ഓർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓർ എനി SBI, എനി ബാങ്ക്, ഏത് ബാങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് PMJDY അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, റൂപേ കാർഡ് കൂടി വേണം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. ആധാറിന്റെ എൻറോൾമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രോസസ്, ആധാർ കാർഡും കൊണ്ടുപോകണം. അതുപോലെ ഫോട്ടോ കാര്യങ്ങൾ, നിങ്ങളുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കുറച്ച് വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. മീൻസ് ഡയറക്റ്റ് കാനറ ബാങ്കിന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക. ഇത് കാനറ ബാങ്കിന്റെ കാര്യത്തിലാണ്. ക്യാരി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് ആൻഡ് ഫിൽ ആധാർ CD from available in the branch and attach the self attested copy of your ആധാർ വിത്ത് ഫോം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആധാർ കാർഡാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക, അക്കൗണ്ട് എടുക്കുക, എന്തായാലും ഹാപ്പി ആയിരിക്കുക. സോ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.